ഹായ് കൂട്ടുകാരെ, അല്ലൂസ് വേളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പച്ചമുളക് പുളിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അതിന് ആദ്യമായി നമുക്ക് വേണ്ടത് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും ഇട്ട് കറിവേപ്പില ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉഴുന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഉഴുന്നിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 സ്പൂൺ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു കളർ ആവുന്നത് വരെ. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 10-15 കൊച്ചുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊച്ചുള്ളിയും ഉഴുന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാവരും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പാത്രം കാലിയാകുന്നത് അറിയത്തേയില്ല. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 10-15 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചമുളക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പുളിവും എരിവും എല്ലാം പിടിക്കത്തുള്ളൂ. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാത്രം കാലിയാകുന്നത് അറിയത്തേ ഇല്ല. അപ്പം നമ്മുടെ പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഞാൻ ഓപ്ഷണലായിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് എരിവ് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളകും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പുളിവെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 4-5 മിനിറ്റ് നമുക്കിത് വേവിക്കാവുന്നതാണ്. ഏകദേശം 4-5 മിനിറ്റ് ആയി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഉറപ്പായിട്ടും ചേർക്കണം. കഞ്ഞിവെള്ളം ഒരു 3-4 സ്പൂൺ, അത് കുറച്ചും കൂടിപ്പോയെന്ന് വിചാരിച്ചും കുഴപ്പമില്ല. കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് വേവിക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പച്ചമുളക് പുളി ഏകദേശം ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരയോ ചേർക്കാം. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്തത്. കാരണം പുളിയും ഉപ്പും എരിവും എല്ലാം ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏകദേശം നമ്മുടെ പച്ചമുളക് പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ പച്ചമുളക് പുളി ഇവിടെ തയ്യാറാണ്.